ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു യാത്രാ വീഡിയോ കൊടുക്കുകയാണ്. സോ വീണ്ടും നമ്മളിവിടെ മദീനത്ത് വന്നതായിരുന്നു. അപ്പോൾ മദീനത്ത് വന്നിട്ട് നമ്മൾ പോകുന്ന വഴിക്ക് കാണുന്ന കുറേ കാഴ്ചകളുണ്ട്. അപ്പോൾ മുമ്പ് നമുക്ക് കാണിച്ചു തരാൻ പറ്റാത്ത സംഭവങ്ങളും അല്ലെങ്കിൽ ഓരോ ദിവസവും വ്യത്യസ്ത അനുഭവങ്ങളാണല്ലോ. അപ്പോൾ ഇന്നും മറ്റൊരു അനുഭവമായിട്ടാണ് ഞാൻ വീഡിയോയിൽ വരുന്നത്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ചോറാണ്, മട്ടരി ചോറാണോ അതോ മട്ടരി അല്ല, എന്നാലും അപ്പോൾ ചോറ്, മീൻകറി, പപ്പടം ഉണ്ടാക്കുന്ന ഈ രണ്ട് കൂട്ടുകറി തോന്നണുണ്ടത്, ഉപ്പേരി, അച്ചാർ, നാരങ്ങച്ചാറാണ്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് നമ്മുടെ യാത്ര തുടങ്ങിയിട്ടുണ്ട്. നമ്മൾക്ക് അടുത്ത ഒരു പെട്രോൾ പമ്പ് കാണാനുണ്ട്. നമുക്ക് ആ പെട്രോൾ പമ്പിൽ ഒന്ന് കയറിയിട്ട് നമുക്ക് റീഫ്രഷിങ്ങുള്ള ഡ്രിങ്ക്സ് എന്തെങ്കിലുമൊക്കെ മേടിച്ചിട്ട്, സ്നാക്സ് ഡ്രിങ്ക്സൊക്കെ മേടിച്ചിട്ട് വേണം നമ്മുടെ യാത്ര വീണ്ടും തുടരാൻ. ഇത് അൽ ഖാസിം എന്ന് പറഞ്ഞ സ്ഥലമാണ്. മദീനത്ത് നിന്ന് റിയാദ് പോകുന്ന വഴിക്കുള്ള ഒരു സ്ഥലമാണ്. ഇതൊരു പെട്രോൾ പമ്പാണ്. എല്ലാവർക്കും അറിയാം, ലോങ് യാത്രകളിലൊക്കെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്ന ഈ പെട്രോൾ പമ്പുകളിൽ നമുക്ക് അവിടെ പള്ളി ഉണ്ടായിരിക്കും, മീൻസ് ടോയ്ലറ്റ് സൗകര്യം, അതേമാതിരി മറ്റേ ഫുഡ് കഴിക്കാനുള്ളത്, ഒരു വർക്ക്ഷോപ്പ്, അതേപോലെ എന്താ പറയുക, അങ്ങനത്തെ പെട്രോള്, ചായ, ഇങ്ങനത്തെ എല്ലാ സൗകര്യവും നമുക്ക് അവിടെ കിട്ടുന്നതാണ്. അപ്പോൾ ഇത് അങ്ങനത്തെ ഒരു സ്ഥലമാണത്. ഇവിടെയാണ് അധികം ചില ആളുകൾ റെസ്റ്റ് എടുക്കാനൊക്കെ വണ്ടി, ഇവിടെ വലിയ ലോങ് പോണ വണ്ടികളൊക്കെ കണ്ടിട്ടുണ്ടാവും. ഇവിടെ ഇങ്ങനത്തെ സ്ഥലങ്ങളിലാണ് കുറച്ച് നേരം റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് അവർ വണ്ടി നിർത്തിയിടുക. നമ്മളും ഇത് കുറച്ച് നേരം റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട്, കാരണം 100-150 കിലോമീറ്റർ ഡിസ്റ്റൻസിലൊക്കെ ആയിരിക്കും, അതുവരെ ഫുള്ള് പ്ലെയിൻ ആയിട്ടുള്ള സ്ഥലങ്ങളായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് റെസ്റ്റ് എടുക്കണം എന്നുണ്ടെങ്കിൽ എന്തായാലും ഇതുപോലുള്ള പെട്രോൾ സ്റ്റേഷനുകളായിരിക്കും നമ്മൾ ചൂസ് ചെയ്യുക. ദൂരെ നമുക്കൊരു മല കാണാം. ഇത് മണ്ണ് കൂട്ടിയിട്ടിട്ട് ഉണ്ടാവുന്നൊരു കൂന പോലെ ഒരു പ്രത്യേക സ്ട്രക്ചറിൽ ഇത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. ദൂരെ നിന്ന് കാണുന്നത് നല്ല വലുപ്പമുണ്ട്, അതിഗംഭീരമായിട്ടുള്ളൊരു കാഴ്ച തന്നെയാണ് കേട്ടോ. എന്താ പറയുക, നമ്മൾ മൊബൈൽ യൂസ് ചെയ്യാണ്ടിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും. ഇപ്പം നമ്മൾ അധികം ആൾക്കാർ ഞാൻ കണ്ടിട്ടുണ്ട് മൊബൈൽ യൂസ് ചെയ്തിട്ടാണ് ഇപ്പോൾ വണ്ടി ഓടിച്ച് പോകുന്നത്. അപ്പോൾ മൊബൈൽ യൂസ് ചെയ്യാണ്ടിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു സംഭവം. നമ്മൾ എവിടെയെങ്കിലും വണ്ടി നിർത്തിയിട്ട് മൊബൈൽ യൂസ് ചെയ്യുകയാണെന്നുവെച്ചെങ്കിൽ ബെറ്ററാണ്. നമ്മൾ വണ്ടി എന്തായാലും കുറച്ച് നേരം നിർത്തിയിടുന്ന സമയത്തൊക്കെ അങ്ങനത്തെ സമയത്ത് മാത്രം മൊബൈൽ എടുക്കുക, ബാക്കിയുള്ള സമയത്ത് മൊബൈൽ എടുക്കാണ്ടിരിക്കുക എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളൊരു അടിപൊളിയൊരു അഭിപ്രായം. പിന്നെ ഇവിടെയൊക്കെ പോകുന്ന വണ്ടികൾ കാണാം, നമുക്ക് വലിയ വണ്ടികളൊക്കെ ഒരേ ട്രാക്കിൽ ഇങ്ങനെ കറക്റ്റായിട്ട് പോകും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ക്യാമറകളുണ്ട്. ഇവർ ട്രാക്ക് മാറിയിട്ട് പോയി കഴിഞ്ഞാൽ അത് അവർക്കും ക്ഷീണമാണ്. പിന്നെ അമിതമായിട്ട് അവർക്ക് സ്പീഡ് ലിമിറ്റ് 80 അല്ലെങ്കിൽ 100 ഒക്കെ ആയിരിക്കും. അതിൻ്റെ മുകളിൽ പോയി കഴിഞ്ഞാൽ അവർക്ക് ബുദ്ധിമുട്ടാകാറ്. അപ്പോൾ അവരുടെ ട്രാക്കിൽ നമുക്ക് 80 സ്പീഡിൽ കുറഞ്ഞു പോകാനും പറ്റില്ല കേട്ടോ. അത് അങ്ങനെ ഒരു സംഭവം കൂടെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഏകദേശം ഒരു 200 കിലോമീറ്റർ 200-250 കിലോമീറ്റർ നമ്മൾ ട്രാവൽ ചെയ്തു. അപ്പോൾ നമ്മൾ ഇനി ഒന്ന് റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു പമ്പ് കണ്ടപ്പോൾ നമ്മളവിടെ വണ്ടി നിർത്തിയിരിക്കുകയാണ്. ഇനി നമുക്ക് ഇവിടുന്ന് ഫ്രഷപ്പ് ആയതിനു ശേഷം കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തതിന് ശേഷം വീണ്ടും യാത്ര തുടരാം.
നിരന്ന റോഡുകളാണ് നമുക്കിവിടെ അധികവും കാണാൻ പറ്റുന്നത്. എന്നാൽ ഒരു മല അല്ലെങ്കിൽ ഒരു കുന്ന് എന്ന് പറഞ്ഞൊരു സംഭവം എന്താ പറയുക കട്ട് ചെയ്തിട്ട് അതിൽ കൂടി ഒരു റോഡ് ഉണ്ടാക്കിയതാണ്. നമ്മളതിൽ കൂടിയാണ് ഇനി പോകുന്നത്. അപ്പോൾ അതിൻ്റെ എന്താ പറയുക നമുക്ക് ഇവിടെ നിന്ന് തന്നെ ദൂരെ നിന്ന് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഇങ്ങനെ ഒരു നിരന്ന് പോകുന്നൊരു മലയുടെ ഇടയിലൂടെ ഒരു റോഡ് ഉണ്ടാക്കിയത് നമുക്ക് പ്രത്യേകം നമുക്ക് കാണുമ്പോൾ തന്നെ ശരിക്കും മനസ്സിലാവും. അത്യാവശ്യം നല്ല കയറ്റം തന്നെയുണ്ട്. ഈ കയറ്റം കയറുമ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു ബുദ്ധിമുട്ടുകളുണ്ട്. വലിയ വണ്ടികളൊക്കെ ഏറ്റവും ഫ്രണ്ടിൽ ഒരു വണ്ടി കയറ്റം വലിച്ചു കഴിഞ്ഞാൽ ബാക്കി എല്ലാ വണ്ടികളും സ്റ്റക്കാവും. ഈ കാണുന്ന വണ്ടികളൊക്കെ അവിടെ നമുക്ക് സ്റ്റക്കായിട്ട് നിൽക്കുകയാണ്. നമ്മൾ അതിൻ്റെ അടിയിലൂടെ യാത്ര ചെയ്യുന്നുമുണ്ട്. നമ്മുടെ വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മെസ്സേജായിട്ടും കമൻ്റായിട്ടൊക്കെ അറിയിക്കുക. പുതിയ പുതിയ വീഡിയോകൾ നമ്മൾ ഉടൻ ഇടുന്നതാണ്. ഒരുപാട് കാഴ്ചകൾ നമുക്ക് കാണാനുണ്ട്. വീണ്ടും മറ്റൊരു കാഴ്ചയുമായി കാണാമെന്ന പ്രത്യാശയോടുകൂടി ഇന്നിവിടെ പറഞ്ഞു പിരിയുന്നു. മറ്റാരുമല്ല, നിങ്ങളുടെ സ്വന്തം ഋഷു എപ്പിക്കാൻ.